കക്കാടംപൊയിലിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ ഇറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. രാഹുൽ കെ വി വിവരങ്ങളുമായി. രാഹുൽ, കാർ പൂർണ്ണമായും കത്തിനശിച്ച അവസ്ഥയിലാണ്. വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. എങ്ങനെയായിരുന്നു ഈ സംഭവം? ഇവർ രക്ഷപ്പെട്ട ആളുകൾ എന്താണ് പറയുന്നത്? ശ്രീജാതെ, കാറ് പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഏറ്റവും ഭാഗ്യം, ആശ്വാസകരം എന്ന് പറയുന്നത് ആർക്കും ചെറിയ പരിക്ക് പോലും ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതാണ്. കാറിൽ നിന്ന് പുകയുയരുന്നത് വാഹനത്തിലുണ്ടായിരുന്നവരുടെ ശ്രദ്ധയിലും ഒപ്പം തന്നെ എതിർദിശയിലേക്ക് പോയ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരും ശ്രദ്ധയിൽപ്പെടുത്തിയതോടുകൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ 6 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 6 പേരും പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിൽ 2 കുട്ടികളും 4 മുതിർന്ന ആളുകളുമാണ് ഉണ്ടായിരുന്നത്. കക്കാടംപൊയിലിന് സമീപം കള്ളിപ്പാറയ്ക്കും പീടികപ്പാറയ്ക്കും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചാണ് വിധത്തിൽ കാറിന് തീപിടിക്കുന്നത്. പെട്ടെന്നൊരു അഗ്നിഗോളമായി മാറുകയായിരുന്നു. ആ വിധത്തിലാണ് തീ കത്തുകയും ചെയ്തിട്ടുള്ളത്. വിനോദസഞ്ചാരത്തിനായി വരുന്ന ആളുകളാണെന്നാണ് അവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അവധിക്കാലമായത് കൊണ്ട് തന്നെ ഈ കക്കാടംപൊയിൽ മേഖലയിലേക്ക് വിനോദസഞ്ചാരികളുടെ, യാത്രക്കാരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. റോഡിൽ നല്ല തിരക്ക് ഉള്ള സമയത്തു കൂടിയാണ് വിധത്തിൽ അപകടം സംഭവിച്ചത്. വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുക്കത്ത് നിന്ന് 2 യൂണിറ്റ് ഫയർ എഞ്ചിൻ എത്തിയാണ് തീ അണച്ചത്. പക്ഷേ ആ കാർ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഈ വലിയ തിരക്കുള്ള സമയമാണ്, ഞാൻ പറഞ്ഞു. റോഡിൽ വലിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടായി കുറേ നേരത്തേക്ക്. ഇതിൽ ആ കാർ അതിൻ്റെ തീ അണച്ച് 2 ഫയർ എഞ്ചിനെത്തി തീ അണച്ച് കാറ് റോഡ് അരികിലേക്ക് മാറ്റിയിട്ടാണ് ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ഏറ്റവും ആശ്വാസം, ഞാൻ പറഞ്ഞ പോലെ ആവർത്തിച്ച് പറയുകയാണ്, 2 കുട്ടികളും 4 മുതിർന്നവരും ഉണ്ടായി. 6 പേരും കൃത്യസമയത്ത് പുറത്തേക്ക് ഇറങ്ങി എന്നതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത്. ശരി, രാഹുൽ കെ വി ആണ് വിവരങ്ങൾ നൽകിയത്. വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ വേണം. ആ കാറിന് തീപിടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഭയം തോന്നും. സമാനമായ രീതിയിൽ സംഭവങ്ങൾ ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു.